ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിപ്പൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പം നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ചെറുപയർ വെച്ചിട്ട് ഉള്ള പോപ്കോണിൻ്റെ റെസിപ്പിയാണ്. അപ്പം നമുക്കിതെങ്ങനെ റെഡിയാക്കാൻ പറ്റുമോ ഇല്ലേ, ഞാനിപ്പോൾ റെഡിയാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു 4 സ്പൂൺ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പോപ്കോൺ റെഡിയാക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിപ്പോൾ ഗ്യാസിൽ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായിട്ട് വന്നപ്പോൾ ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ചെറുപയറിൻ്റെ പോപ്കോൺ റെഡി ആയിട്ട് വരും. കൂടുതൽ സമയമൊന്നും വെക്കണ്ട, ഒരു 2-3-4 മിനിറ്റ് വരെ ഒന്ന് വെച്ച് ഇതുപോലെ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുക്കർ തുറന്ന് നോക്കാം. വാവ്, അപ്പം നമ്മുടെ പോപ്കോൺ ഇവിടെ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചെറുപയർ കൊണ്ടുള്ള പോപ്കോൺ സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഈ വീഡിയോയുടെ സത്യാവസ്ഥ ഇതല്ല. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ശരിക്കും നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ ഞാൻ കുക്കർ തുറന്നപ്പോൾ ഉള്ള അവസ്ഥ, എനിക്ക് കിട്ടിയ റിസൾട്ട് ഇതാണ്. കണ്ടില്ലേ, നമ്മുടെ ചെറുപയറിനൊന്നും ഒരു പൊട്ടലോ പോപ്കോണോ ഒന്നും ആയിട്ടില്ല. അതുപോലെ കരിഞ്ഞിട്ട് നമുക്ക് ഒന്നിനും പറ്റാത്തൊരു രീതിയിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. കണ്ടില്ലേ, നമുക്ക് വെറുതെ പോലും കഴിക്കാൻ പറ്റാതെ കരിഞ്ഞിട്ട് അത്രയും നമുക്ക് ഒന്നിനും പറ്റില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കിത് ചെറുപയർ കൊണ്ട് ഉണ്ടാക്കി പോപ്കോൺ റെഡിയാക്കിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളാരും ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കണ്ട. നമ്മുടെ ചെറുപയർ വെറും വേസ്റ്റായിട്ട് പോവുകയേ ചെയ്യുള്ളൂ. അപ്പം ഞാനിപ്പോൾ എൻ്റേത് പോപ്കോണായിട്ട് നിങ്ങൾ വീഡിയോയിൽ കണ്ടത് ഞാൻ ഒറിജിനൽ പോപ്കോൺ തന്നെയാണ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.